ശബരിമലയിലെ ദ്വാരപാലക തട്ടിപ്പിൽ അല്ലെങ്കിൽ ദ്വാരപാലക പാളുകൾ മാറ്റിയുണ്ടായ തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയാണ് കോടതി. ഏറ്റവും വിപുലമായ അന്വേഷണ സംഘമാണ്. കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കണമെന്ന് കോടതി പറയുകയാണ്. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരണം എന്ന് ഹൈക്കോടതി പറയുകയാണ്. അന്വേഷണത്തിന് വിപുലമായ സംഘം എന്ന് പറയുന്നു. എന്തായാലും അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, അതിൽ ദേവസ്വം ഒഫീഷ്യൽസിന്റെ പങ്ക് അവർക്ക് അങ്ങനെ കൈകഴി മാറി നിൽക്കാൻ കഴിയില്ലെന്ന് ഇടക്കാല ഉത്തരവിൽ തന്നെ കോടതി പറയുന്നുണ്ട്. അത് ഒരിക്കൽ കൂടി അത് കോടതി എടുത്തു പറഞ്ഞു. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണെന്ന് ദേവസ്വം മന്ത്രി പറയുന്നു. സത്യം ഓരോന്നായി പുറത്തു വരട്ടെ എന്ന് വി എൻ വാസവൻ പറയുന്നു. കോടതി ഇടപെടലിൽ സന്തോഷം, അന്വേഷണത്തിൽ പൂർണ്ണമായി സഹകരിക്കും എന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉദ്യോഗസ്ഥർ പോകാത്തതിൽ വീഴ്ച എന്ന ഒരു പ്രതികരണം തിരുവനന്തപുരത്ത് വരുന്നു. ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ട് അന്വേഷിക്കും. വാറന്റ് ഉണ്ണികൃഷ്ണന്റെ പേരിൽ നിന്നാണ് ദേവസ്വം ബോർഡ് വിസ്തീർണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, കോടതിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ഉണ്ട്, ന്യൂസ് ഡെസ്കിൽ നിന്ന് വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, ഇതിൽ 2019 ഉത്തരവ് മുതൽ ഇങ്ങോട്ട് അന്വേഷിക്കണം. കാര്യം ഈ സെന്തിൽനാഥൻ പറയുന്നത് അത് 2 പാളികളുമായി 5 കിലോ സ്വർണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. കോടതി സംശയിക്കുന്ന 4 കിലോയോളം സ്വർണ്ണം നഷ്ടപ്പെടുമെന്ന് കോടതി സംശയം. എന്തായാലും അതിൽ സ്വർണ്ണം ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും അൺഡിനേബിൾ ആണ്. മാത്രമല്ല അത് കണ്ടാൽ തന്നെ ലക്ഷക്കണക്കിന് ഭക്തർ കാണുന്നതാണ്. സ്വർണവും ചെമ്പും കാണുന്ന ഭക്തർക്ക് സ്വർണ്ണം ഏതാ ചെമ്പേതാ എന്ന് മനസ്സിലാകും. അങ്ങനെ മനസ്സിലാകുന്നു ചെമ്പ് പാളി എന്ന് എങ്ങനെ എഴുതി വെച്ചു, ആ ഉത്തരവ് എങ്ങനെ ഉണ്ടായി? ആ ഉത്തരവാണല്ലോ ഈ പറയുന്ന പോറ്റിക്ക് എല്ലാവിധ ഉടായ്പകൾക്കും ക്രമക്കേടുകൾക്കും ആയുധമായി മാറിയത്. പോയി തിരിച്ചു വന്നു, 4 കിലോ നഷ്ടപ്പെട്ട കാര്യം ആരും അറിയാതെ പൂഴ്ത്തിവെച്ചത് എങ്ങനെയാണ്? 2025 വീണ്ടും ഇതേ പോറ്റിയെ അങ്ങോട്ട് ക്ഷണിച്ചിങ്ങോട്ട് പരവതാനി വിരിക്കുക. എന്താ കാരണം? 40 വർഷത്തെ വാറണ്ടി എന്തോ ഇയാളുടെ ബെയിലാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇക്കാര്യങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കണ്ടെത്തിയിട്ട് വീണ്ടും പോറ്റി വരുന്നതിൽ വളരെ വിശദമായ അന്വേഷണം ഈ സംഘം നടത്തേണ്ടി വരും. കാര്യം ഈ സംഘത്തിന് മറുപടി പറയേണ്ടത് സർക്കാരിനോടല്ല, അത് കോടതിയോടാണ്. വിജയകുമാർ. ഹാഷ്മി, വളരെ വിപുലമായ ഒരു അന്വേഷണമാണ്. ഇതിലെ ക്രൈം എന്ന് പറയുന്നത് നമ്മൾ കേവലമായ ഒരു ക്രൈം എന്നതിനപ്പുറത്തേക്ക്, ഒരു മോഷണം എന്നതിനപ്പുറത്തേക്ക് ഇതിൽ ഗൂഢാലോചനയുടെ എലിമെന്റ് വളരെ ശക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് കോടതി ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്ക് ഉൾപ്പെടെ അതിൽ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ശബരിമലയിൽ 2019 കാലത്ത് ഈ സ്വർണത്തിന്റെ ജോലികൾ അല്ലെങ്കിൽ അത്തരം നടപടിക്രമങ്ങളുടെ ഭാഗമായി ജോലി ചെയ്ത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന, സംശയ നിഴലിൽ നിൽക്കുന്ന സാഹചര്യമാണ്. ആ ബോർഡിനോട് തന്നെ 2019 സമയത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡിനോട് തന്നെ നിരവധി ചോദ്യങ്ങളുണ്ട്. അതിൽ അന്വേഷിക്കട്ടെ എന്നത് മാത്രമാണ് അക്കാലത്ത് ബോർഡിന്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്, അല്ലെങ്കിൽ ആളുകൾ പറയുന്നത്, ബോർഡിന്റെ ചുമതലക്കാർ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിൽ വളരെ വിപുലമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയുടെ ആഴങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് പോകേണ്ടതുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഇതിപ്പോഴെവിടെയാണ് ഈ സ്വർണ്ണപ്പാളികളെ, യഥാർത്ഥത്തിൽ അത് തന്നെയാണല്ലോ, അത് എവിടെ എന്നത് ദേവസ്വം ബോർഡിന് ഉത്തരം പറയാൻ കഴിയില്ല. അവരുടെ സ്ട്രോങ് റൂമിലുണ്ടെങ്കിൽ അവർക്കത് പറയാൻ പറ്റുമായിരുന്നല്ലോ, ഞങ്ങളുടെ സ്ട്രോങ് റൂമിലുണ്ട് എന്ന്. തന്നെയുമല്ല, ഇതിലെ നിറവ്യത്യാസം, ഇത് 2019 സ്ഥാപിച്ചപ്പോഴുണ്ടായിരുന്ന നിറം, അതിനുശേഷം 2019 തിരികെ കൊണ്ടുവന്ന സമയത്തെ നിറം, യഥാർത്ഥത്തിൽ അവിടെ സ്ഥാപിച്ചപ്പോൾ ആ സ്വർണ്ണപ്പാളി ആ ദ്വാരപാലക ശില്പത്തിൽ പിടിപ്പിച്ച സമയത്തെ അതിൻ്റെ നിറം, അപ്പോൾ അതിൽ സ്വർണത്തിന്റെ അംശം എത്രയുണ്ടായിരുന്നു ഈ 2 തവണയും എന്നത് നമ്മളുടെ കാഴ്ചകളിൽ തന്നെ വ്യക്തമാണ്. ഇനിയിപ്പോൾ വിജയകുമാർ, ഈ അയ്യപ്പ സംഘം റിപ്പോർട്ട് ചെയ്യാൻ ശബരിമലയിൽ പോയിട്ടുണ്ട്. അവിടെ പമ്പയിൽ അവിടുത്തെ അങ്ങേയറ്റത്തെ ദുരവസ്ഥ ഒരു ഹൈദരാബാദ് സ്വദേശി സർക്കാർ എഴുതി കൊടുത്ത ഒരു കത്ത് ആ ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട്. അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട പണികൾ ശബരിമലയിൽ ഈ പറഞ്ഞ വിശ്വാസികൾക്കായി 1 അല്ലെന്നേ 100 പണി അവിടെയുണ്ട്. ആ പണികൾക്ക് അടിയന്തര യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യാതെ 99 പൂശിയത് 2019 ഇളക്കുന്നു, 2019 ഇളക്കിയത് പിന്നെയും ഇളക്കാൻ വേണ്ടി നോക്കുന്നു, അപ്പോൾ ഇളക്കാൻ നോക്കി നടക്കാതെ 2020 പിന്നെയും ഇളക്കി പണിയുന്നു. ചേട്ടാ, ഈ സ്വർണ്ണപ്പാളി മാത്രം എന്തിനാ ഇത്രത്തോളം അറ്റകുറ്റപ്പണി? ബാക്കി പണികൾക്കില്ലാത്ത ഒരു വ്യഗ്രത ഈ സ്വർണ്ണപ്പാളി പണിയിൽ എന്തിനാ എന്നൊരു ആത്യന്തികമായ അടിസ്ഥാനപരമായ ചോദ്യമുണ്ട്. കോടതി അത് നേർക്കുനേർ ചോദിക്കുന്നില്ലെങ്കിലും ആ ചോദ്യത്തിലേക്ക് അന്വേഷണ സംഘം എത്തുമെന്ന് കരുതാമോ വിജയകുമാർ? അതാണ് ഹാഷ്മി, ഇതിലെ ഗൂഢാലോചന എന്ന് പറയുന്നത് അവിടെയാണ്. ഇപ്പൊ സ്വപ്ന ദർശനമാണ് ഈ സ്വർണ്ണപ്പാളികൾ പരിശോധന നടത്തണം എന്നുണ്ടാവുക. ആ നിലയിൽ സ്വപ്നം കാണുന്നു, ആ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നു. പിന്നീട് നമ്മൾ കാണുന്നത്, ഒരാൾ ഒരു സ്വപ്നം കാണുന്നു, അയാൾ ആ സ്വപ്നത്തെ പറ്റി ദേവസ്വം ബോർഡിൽ പറയുന്നു. ദേവസ്വം ബോർഡ് അപ്പോൾ എന്താണ് ഈ സ്വർണ്ണപ്പാളി അത് അറ്റകുറ്റപ്പണികൾക്കായി കൊടുത്തുവിടുന്നത് അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. സത്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ ദേവസ്വം മാനുവൽ, അത് ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ സ്റ്റൈൽ ബുക്കൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒന്നാണ് ദേവസ്വം മാനുവൽ. അതിലെ കണക്കനുസരിച്ച് ശബരിമലയിലെ മുഴുവൻ സംഗതികളുടെയും
എന്താണ് അറ്റകുറ്റപ്പണികൾ തിരുമുറ്റത്ത് എന്ന് വെച്ചാൽ ശബരിമല സന്നിധാനത്ത് തിരുമുറ്റത്ത് വെച്ച് ചെയ്യേണ്ടതാണ്. ഈ വിജയമല്യ അവിടെ കൊടുത്തിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളികൾ അത് മുഴുവൻ സ്വർണ്ണപ്പാളികളാക്കി ജോലി മുഴുവൻ ചെയ്തത് രാവിലെ 8 മണിക്ക് സൂര്യപ്രകാശം ഉണ്ടാകുന്നത് മുതൽ വൈകുന്നേരം 5 മണിക്ക് സൂര്യൻ അസ്തമിക്കുന്ന വരെയുള്ള പകൽ സമയങ്ങളിൽ. അതാണ് ദേവസ്വം മാനുവലിൽ പറയുന്നത്. 8 മണി മുതൽ 5 മണി വരെ സൂര്യോദയത്തിനും സൂര്യാസ്തമനത്തിനും ഇടയിൽ തിരുമുറ്റത്ത് വെച്ച് ജോലി ചെയ്ത് പൂർത്തിയാക്കി അവിടെ സ്ഥാപിക്കേണ്ടതാണ് ഈ ശബരിമലയിലെ ഇത്തരം അറ്റകുറ്റപ്പണികളാകെ. വിഗ്രഹവും ക്ഷേത്രവും ശ്രീകോവിലും സോപാനവുമായി ഒക്കെ ബന്ധപ്പെട്ട ജോലികളൊക്കെ അവിടെയാണ് ചെയ്യേണ്ടത്. ആ ദേവസ്വം മാനുവൽ ലംഘിച്ച് അസാധാരണ നീക്കം നടത്തി ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം എടുത്തുകൊണ്ടുപോയി ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ കൊടുത്തുവിട്ട് അയാൾ വാറണ്ടി അയാളുടെ പേരിലാണെന്ന് പറഞ്ഞ് അയാളുടെ മധ്യസ്ഥതയിൽ ഈ ജോലികൾ ചെയ്യുന്നു. അത് തിരിച്ചു വരുമ്പോൾ തൂക്കമില്ല, കൊണ്ടുപോയി തന്നെയാണോ വരുന്നതെന്നറിയില്ല, അവിടെ ഉണ്ടായിരുന്നത് എവിടെയെന്ന് അറിയില്ല. സർവത്ര ആശയക്കുഴപ്പവും ഗുരുതരമായ അനാസ്ഥയും വലിയ ചോദ്യങ്ങൾ. നോക്കൂ, ഇത്രയും ദിവസമായിട്ടും ശബരിമല കേരളത്തിന് ശബരിമല കേവലം ഒരു ആരാധനാലയം മാത്രമല്ല, അത് കേരളത്തിന്റെ പ്രൈഡാണ്. അത് കേരളത്തിന് ലോകത്തിന് മുന്നിൽ വെക്കാനുള്ള ഈ പറയുന്ന വിശാലമായ ഒരു വലിയ ഫിലോസഫിക്കൽ സംസ്കാരത്തിന്റെ എംബോഡിമെന്റ് ആണ് ശബരിമല. അവിടെ ഉണ്ടായ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്വർണ്ണം നഷ്ടമായി. അതെവിടെ എന്ന് ചോദിച്ചിട്ട് ആർക്കും ഉത്തരവില്ലാത്ത ഇത്രയും ദിവസങ്ങളാണെങ്കിൽ എത്രത്തോളം ഭീകരമാണെന്ന് ഓർത്തു നോക്കണം. എന്തിനാണ് കൂടെ അറ്റകുറ്റപ്പണി എന്ന സംശയം. അപ്പം ഇടയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞൊരു പത്രത്തിൽ അത് ഈ സിനോരിയോ അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, വേറൊരു വ്യവസായിയുടെ ചെമ്പുപാളി, വേറൊരു വ്യവസായിയുടെ സ്വർണം. ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ദിവസം ഒരു ദേവസ്വം ബോർഡ് അംഗത്തിന് സ്വപ്നത്തിൽ അയ്യപ്പസ്വാമിയുടെ ദർശനം ഉണ്ടാകുന്നു. അയ്യപ്പസ്വാമിയുടെ ദർശനത്തിൽ അയ്യപ്പസ്വാമി പറയുന്നു, അല്ലയോ ദേവസ്വം ബോർഡ് അംഗമേ, ഈ ദ്വാരപാലകരുടെ പാളി ഒന്ന് മാറ്റി സ്വർണ്ണമാക്കി തരണം എന്ന് സ്വപ്നത്തിലെ ദേവസ്വം ബോർഡ് അംഗത്തോട് പറയുന്നു. സ്വപ്നം കണ്ട് ഉണർന്ന ഈ ദേവസ്വം ബോർഡ് അംഗം അങ്ങ് വിജൃംഭിതനാവുന്നു. അതിനുശേഷം പെട്ടെന്ന് പാളി മാറ്റാൻ തീരുമാനത്തിലേക്ക് എത്തി എന്നൊക്കെയാണ് ബാംഗ്ലൂർ പത്രവാർത്ത എഴുതി വെക്കുന്നത്. അടിമുടി തട്ടിപ്പാണ്. അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കുറേയധികം കാര്യങ്ങൾ ബാക്കിയാണ്. തിരികെ നമ്മൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.